ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇഗ്നോയിലെ MSc കെമിസ്ട്രി ജോയിൻ ചെയ്തവർക്ക് ഉപയോഗപ്രദമായ ഒരു ക്ലാസ്സാണ് എടുക്കുന്നത്. MSc കെമിസ്ട്രി ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പേപ്പർ മാത്തമാറ്റിക്സ് ഫോർ കെമിസ്റ്റ് അല്ലെങ്കിൽ ബയോളജി ഫോർ കെമിസ്റ്റ് എന്ന രണ്ട് ഓപ്ഷൻ്റെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അതിൽ നമ്മൾ എടുത്തത് ബയോളജി ഫോർ കെമിസ്റ്റ് ആണ്. അപ്പോൾ അതിലെ ചാപ്റ്റേഴ്സാണ് ഈ ഒരു വീഡിയോയിൽ എടുക്കുന്നത്. ഈ ഒരു ബയോളജി ഫോർ കെമിസ്റ്റ് 2 ബ്ലോക്കായിട്ടാണ് തന്നിരിക്കുന്നത്. സെൽസ് ആൻഡ് ബയോമോളിക്യൂൾസ്. ബ്ലോക്ക് 2 മെറ്റബോളിസം ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അതിൽ നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ സെൽസ് ആൻഡ് മോളിക്യൂൾസ് അതിൽ 4 യൂണിറ്റ് ഉണ്ടാവും. മെറ്റബോളിസം ആൻഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ 4 ചാപ്റ്റേഴ്സ് 4 യൂണിറ്റ് ഉണ്ടാവും. ടോട്ടൽ 8 യൂണിറ്റാണ് ഉണ്ടാവുക. ഓക്കെ, ഇതൊരു 2 ക്രെഡിറ്റ് കോഴ്സാണ്. 2 ബ്ലോക്സും 8 യൂണിറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു പോവാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഇതിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റായ കുറച്ച് ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. വായിച്ചു നോക്കണം. ഈ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നത് IGNOU കണ്ടൻറ് എന്ന ആപ്പിലൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാൻ പോവുകയാണ്. സെൽസ് ആൻഡ് ബയോമോളിക്യൂൾസ്. ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റായ സെൽ ആൻഡ് സെൽ ഓർഗനൽസ്. ഓക്കെ, അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടെ പഠിച്ചു പോകുന്ന രീതിയിലായിരിക്കും വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും പഠിച്ച പോലെ ആവുമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ കൂടെ വായിച്ചു പോവാം. ഓക്കെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. You are well aware that cell is the basic unit of life life forms present in our planet Earth. നമ്മുടെ പ്ലാനറ്റ് എർത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ ലൈഫ് ഫോംസിൻ്റെയും ബേസിക് യൂണിറ്റ് ആണ് സെല്ല്. ഇൻ അതർ വേർഡ്സ്, ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് എന്ന് നമുക്ക് പറയാം അല്ലേ. എല്ലാ ലിവിങ് ഓർഗാനിസംസും സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫാണ് എന്ത്? സെല്ല്. വെദർ സിമ്പിൾ ലൈക്ക് ബാക്ടീരിയ, അമീബ ഓർ കോംപ്ലെക്സ് ലൈക്ക് പ്ലാന്റ് സെൽ, അനിമൽ സെൽ. അത് ചെറിയ ഓർഗാനിസംസ് ആയ ബാക്ടീരിയ ആയിക്കോട്ടെ, അമീബ ആയിക്കോട്ടെ, വലിയ ഓർഗാനിസംസ് ആയ പ്ലാന്റ് സെൽ ആയിക്കോട്ടെ, അനിമൽ സെൽ ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ബേസിക് യൂണിറ്റ് സെല്ലാണ്. A bacterium or an amoeba is made up of just one cell. ബാക്ടീരിയ ആണെങ്കിലും അമീബ ആണെങ്കിലും ഒരേ ഒരു സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. While a complex organisms like an adult human, നമ്മളെ പോലുള്ള ഒരു മനുഷ്യന്, ഒരു അഡൽട്ട് ഹ്യൂമനിൽ hundred of billions of cells ഉണ്ട്. ഏകദേശം 10⁻14 സെൽസ്, അത്രയും സെൽസ് ഉണ്ടാവും ഒരു മനുഷ്യന്. ഓക്കെ, an organism's appearance, behavior, activities and functions are determined by the sum total of all the properties of the cells in that organism. നോക്കൂ, an organism's appearance, behavior, activities and functions are determined by the sum total of the properties of cells in that organism. ആ ഓർഗാനിസത്തിൻ്റെ ഓരോ സെല്ലിൻ്റെയും പ്രോപ്പർട്ടീസിൻ്റെ ആകെ ടോട്ടലായിരിക്കും നമ്മുടെ ഒരു ഓർഗാനിസം എങ്ങനെ, അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെ, ബിഹേവിയർ എങ്ങനെ, അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെ എന്നുള്ള എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത്. The organism or the life forms can be divided into 3 domains on the basis of cell structure and function, called the domains of life. ഓക്കെ, 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ലൈഫ് ഫോംസിനെ. ദാറ്റ് 3 domains of life that is based on the cell structure and function. It is therefore important to study cells to understand all the domains of life. നമുക്ക് ആദ്യം സെല്ലിനെ കുറിച്ച് മനസ്സിലാക്കണം. സോ ഈ യൂണിറ്റിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് എ സെല്ലും അതിൻ്റെ ബയോകെമിക്കൽ കോമ്പോസിഷനും പിന്നെ നമ്മൾ ഡൊമൈൻസ് ഓഫ് ലൈഫും പഠിക്കും. ഓക്കെ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു പ്രോകാരിയോട്ടിക് സെല്ലും ഒരു യൂകാരിയോട്ടിക് സെല്ലും അതിൻ്റെ ഡിഫറൻസ് എന്താണ്, അതെല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, will make you appreciate difference in simple and complex organism. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഈ പ്രോകാരിയോട്ടിക് യൂകാരിയോട്ടിക് സെല്ലിനെ കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സിമിലർലി ദ എക്സ്പ്ലനേഷൻ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്ലാന്റ് ആൻഡ് അനിമൽ സെൽ, ഒരു പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലിൻ്റെയും ഡിഫറൻസ് പഠിക്കും. അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചും പഠിക്കും. ദ ഫങ്ഷൻസ് ഓഫ് വേരിയസ്
organelles present within a cell are described in brief. ഒരു സെൽ ഓർഗനൽസ് ഉണ്ടാവുമല്ലോ, അതായത് ഓരോ സെല്ലിലും കുറേ ഫങ്ഷൻസ് നിർവഹിക്കുന്ന കുറേ സെൽ ഓർഗനൽസ് ഉണ്ട്, അതിൻ്റെ എല്ലാം ഫങ്ഷൻസും പഠിക്കും. The method of fractionation of a subcellular organelles is also described in the last section. Okay, you are aware of the biomolecules present in a cell like carbohydrate, protein, lipids, nucleic acid. ഇതെല്ലാം നമുക്ക് സെല്ലിൻ്റെ ഉള്ളിലുണ്ട്, ബയോമോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് യൂണിറ്റിൽ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിൻ്റെ കൂടെയുള്ള നമ്മുടെ ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ്? Existence of cell as the basic structural unit of life, living organism, and describe the biochemical composition of a cell. Okay. അപ്പോൾ സെല്ലിൻ്റെ ബയോകെമിക്കൽ കോമ്പോസിഷനും പിന്നെ സെല്ലാണ് നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ആ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് എന്നതുമാണ് പറയുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടെ പഠിച്ചു പോകുന്ന പോലെയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കും കൂടെ കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ PDF ആയിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കൂടെ ശ്രദ്ധിച്ചു പോകുന്ന രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊപ്പം പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം PDF നിങ്ങൾ വായിച്ചെടുക്കുക. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതെല്ലാം നോട്ട് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ അടുത്തത് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് മെയിൻ ഡൊമൈൻസ് ഓഫ് ലൈഫ് പഠിക്കും. പിന്നെ മേജർ ടൈപ്സ് ഓഫ് സെൽസിനെ കുറിച്ച് ഡിസ്റ്റിങ്വിഷ് ചെയ്യും, ഡിഫറൻഷിയേറ്റ് ചെയ്യും. പിന്നെ ഒരു പ്ലാന്റ് സെല്ലും അനിമൽ സെല്ലിനെ കുറിച്ചും പഠിക്കും. പിന്നെ ഇൻട്രാ സെല്ലുലാർ ഓർഗനൽസ്, അതിൻ്റെ ഫങ്ഷൻസ്, അതായത് ഒരു സെല്ലിനുള്ളിലുള്ള ഓർഗനൽസ് ഉണ്ടല്ലോ, സെൽ ഓർഗനൽസ്, അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കും. പിന്നെ സബ്സെല്ലുലാർ ഓർഗനൽസിൻ്റെ ഫ്രാക്ഷനേഷനും പഠിക്കും. ഓക്കെ, മെത്തേഡ് ഓഫ് ഫ്രാക്ഷനേഷൻ ഓഫ് സബ്സെല്ലുലാർ ഓർഗനൽസ്. ആദ്യം നമ്മൾ കോമ്പോസിഷൻ ഓഫ് സെല്ലാണ് പഠിക്കുന്നത്. ഓക്കെ, ഈ പേഴ്സൺസിനെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. റോബർട്ട് ഹൂക്ക്, ആൻറ്റോയിൻ ലൂവൻ ഹോക്ക്, റോബർട്ട് ബ്രൗൺ. ഓക്കെ, അവരൊക്കെ ആരാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, the term cell was first used by Robert Hooke in 1664. Okay, for the little box-like structures which he observed in cork tissue under a primitive microscope. ആ ഒരു വർഷത്ത് 1664 ഒരു സാധാരണ ഒരു പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഒരു കോർക്കിലെ ടിഷ്യൂസ് ഒബ്സർവ് ചെയ്തപ്പോൾ ഒരു ബോക്സ് ലൈക്ക് സ്ട്രക്ചർ കിട്ടി. അതിനെ ആദ്യമായിട്ട് റോബർട്ട് ഹൂക്ക് എന്തെന്ന് വിളിച്ചു? സെൽ എന്ന് വിളിച്ചു. During the same period, Antoine van Leeuwenhoek discovered sperm cells, RBC, red blood cells, and a variety of microorganisms like protists and bacteria. Again, using a microscope consisting of a single lens, he called these as animalcules. Okay, animalcules. Okay. സോ അതേ സെയിം പീരീഡിൽ തന്നെ ആൻറ്റോയിൻ വാൻ ല്യൂവൻ ഹോക്ക് സ്പേം സെല്ലിനെ കുറിച്ചും RBC കുറിച്ചും ഒക്കെ കണ്ടുപിടിച്ചു. പിന്നെ ഒരുപാട് മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള പ്രോട്ടിസ്റ്റ്, ബാക്ടീരിയ, അതിനെല്ലാം കണ്ടുപിടിച്ചു. അതൊരു സിംഗിൾ ലെൻസ് അടങ്ങിയിട്ടുള്ള മൈക്രോസ്കോപ്പ് വഴിയാണ് കണ്ടുപിടിച്ചത്. ആൻഡ് ഇതിനെ അനിമൽക്യൂൾസ് എന്ന് പറഞ്ഞു. However, it took nearly 2 centuries of microscopic study of cells with the gradual introduction of more and more powerful microscope. പിന്നീട് പുതിയ നല്ല പവർഫുൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിനോടൊപ്പം തന്നെ എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വന്നു. ആൻഡ് സെൽ ന്യൂക്ലിയസ് പിന്നീട് കണ്ടുപിടിച്ചു. ഇൻ 1831, while investigating the fertilization mechanism of പ്ലാന്റ്സിൻ്റെ ഫെർട്ടിലൈസേഷൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റഡീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1831, ദാറ്റ് ഈസ് 200 ഇയേഴ്സിന് ശേഷമാണ് റോബർട്ട് ബ്രൗൺ noted the existence of a structure within the cell which he termed as nucleus of the cell. അപ്പോൾ റോബർട്ട് ബ്രൗൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, in 1838, Theodor Schwann and Matthias Schleiden, Theodor Schwann and Matthias Schleiden indicated the similarity of plant cell structures to those observed in animal tissues. Theodor Schwannum Schleidenum indicated the similarity of plant cell structures to those observed in animal tissue. Animal tissue ഒബ്സർവ് ചെയ്ത പല കാര്യങ്ങളും പ്ലാന്റ് സെൽ സ്ട്രക്ചറിലും ഉണ്ടെന്ന് ആര് കണ്ടുപിടിച്ചു? തിയോഡർ ഷ്വാനും Schleidenum. 1838. By 1830s,
It was proposed that all living organisms are composed of cells. അപ്പോൾ 1830s പറഞ്ഞത് എന്താണ്? എല്ലാ ലിവിങ് ഓർഗാനിസംസും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് സെൽസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ലൈഫിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആണ് എന്ത്? സെല്ല്. ജസ്റ്റ് ലൈക്ക് ആറ്റം വിച്ച് ഇസ് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഇൻ ഓൾ കെമിക്കൽ സ്ട്രക്ചേഴ്സ്. നമ്മൾ പറയാറുണ്ടല്ലോ കെമിസ്ട്രിയിൽ ഓരോ മാറ്റർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് അല്ലേ? ആറ്റംസ് ആർ ദ ഫണ്ടമെൻ്റൽ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ദ കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്ന പോലെ എല്ലാ ഓർഗാനിസത്തിലും എല്ലാ ലിവിങ് ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ല് കൊണ്ടാണെന്ന് പറഞ്ഞു. ദിസ് കൺസെപ്റ്റ് ഫോംസ് ദ ബേസിസ് ഫോർ ദ സെൽ തിയറി. ഇതാണ് ഈ ഒരു കൺസെപ്റ്റാണ് MJ ഷ്ലീഡനും ഷ്വാനും അതായത് തിയഡർ ഷ്വാനും സെൽ തിയറി എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഓക്കെ, അതും 1838 to 39 ആ പീരീഡിൽ. സം ഓർഗാനിസംസ് എക്സാമ്പിൾ ബാക്ടീരിയ, പ്രോട്ടോസോവ ആർ യൂണിസെല്ലുലാർ while others are multicellular organisms like fungi, plants and animals. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലറിന് സിംഗിൾ സെല്ലുള്ളത് പ്രോട്ടോസോവ, ബാക്ടീരിയ ഒക്കെ. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് പ്ലാന്റ്സ്, അനിമൽസ്, ഫംഗസ് ഒക്കെ അല്ല. ഓക്കെ, ദെൻ ഫംജൈ ആർ കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ഓഫ് സിമിലർ സ്ട്രക്ചർ while plants and animals are made up of different types of cells. ഫഞ്ചൈ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിലും അതിലെല്ലാത്തിലും സിമിലർ സ്ട്രക്ചറുള്ള ഇൻഡിവിജ്വൽ സെൽസ് ആണ് ഉള്ളത്. എന്നാൽ പ്ലാന്റിലും അനിമൽ സെൽസിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ് ഉള്ളത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ് ഉള്ളത്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആയിട്ടുള്ള ഫംഗസും പ്ലാന്റ്സും അനിമൽസും കൺസിഡർ ചെയ്യുമ്പോൾ ഫംഗസിന് ഇൻഡിവിജ്വൽ സെൽസ് സിമിലർ സ്ട്രക്ചർ ആയിട്ടുള്ളതാണ്. അതിൽ ഒരുപാട് സെൽസ് ഉണ്ട്, പക്ഷേ എല്ലാത്തിനും സിമിലർ സ്ട്രക്ചറാണ്. എന്നാൽ പ്ലാന്റ്സിനും അനിമൽസിലും എന്താണ്? അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ സെൽ തിയറി കൊണ്ടുവന്നത് തിയോഡർ ഷ്വാനും MJ ഷ്ലീഡനും. റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചു. പിന്നെ ആൻറ്റോയിൻ വാൻ ലൂവൻഹോക്ക് അനിമൽ ക്യൂൾസിനെ കണ്ടുപിടിച്ചു. പിന്നെന്താണ് RBC ആൻഡ് സ്പേം സെൽസ് എല്ലാം ആൻറ്റോയിൻ വാൻ ലൂവൻഹോക്കാണ്. പിന്നെ റോബർട്ട് ഹൂക്ക് എന്ത് കണ്ടുപിടിച്ചു? സെൽ എന്ന ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തു. ഇനി സെൽസ് ഇൻ ഓൾ ലിവിങ് ഓർഗാനിസം വെദർ യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ show several common structural features and many functions in them are carried out in a similar fashion. Okay, അതായത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും അത് യൂണിസെല്ലുലാർ ആയിക്കോട്ടെ മൾട്ടി സെല്ലുലാർ ആയിക്കോട്ടെ ഷോ സെവറൽ കോമൺ സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്, ഏകദേശം എല്ലാത്തിലും സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് കാണിക്കും. പിന്നെ മെനി ഫങ്ഷൻസ് ഇൻ ദം ആർ ക്യാരിഡ് ഔട്ട് ഇൻ എ സിമിലർ ഫാഷൻ. എല്ലാത്തിലും ഏകദേശം എല്ലാ ഫങ്ഷൻസും ഒരുപോലെ തന്നെയായിരിക്കും ക്യാരി ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി സെൽ ആൻഡ് സെൽ ഓർഗനൽസ്. The present day study of cells combines many scientific disciplines like biochemistry, biophysics, genetics, histology, and physiology. Consequent to cell theory doctrine, biologists established that new cells are formed by the cell division, and by the end of 19th century, the hereditary material in cells, the chromosomes, were recognized. ഒരു സെല്ലിൽ നിന്നും മറ്റൊരു സെൽ ഉണ്ടാകുന്നത് സെൽ ഡിവിഷൻ വഴിയാണെന്നും പിന്നീട് ഇതിലെ ഹെറിഡിറ്ററി മെറ്റീരിയൽ, സെല്ലിലെ ഒരു ഹെറിഡിറ്ററി മെറ്റീരിയലാണ് ക്രോമസോം. അതാണ് ഒരു ജനറേഷൻ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് അവരുടെ ഫീച്ചേഴ്സ് എല്ലാം ക്യാരി ഔട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നും പിന്നീട് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് 19th century. As the biochemical, physiological, and genetic properties of the cells were studied, it was established that both unicellular and multicellular organisms, the cell is the fundamental structural unit. പിന്നീട് ബയോകെമിക്കലും ഫിസിയോളജിക്കലും ജനറ്റിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം സെൽസിനെ കുറിച്ച് പഠിച്ച ശേഷം മനസ്സിലാക്കിയത് യൂണിസെല്ലുലാർ ആയിക്കോട്ടെ മൾട്ടി സെല്ലുലാർ ആയിക്കോട്ടെ സെൽ ഇസ് ദ ഫണ്ടമെൻ്റൽ സ്ട്രക്ചറൽ യൂണിറ്റ് which stores the genetic material, അതിലെ genetic material ഉണ്ട്, and the biochemical organization that accounts for the existence of the life. നമുക്ക് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും അതിലുണ്ടെന്ന് മനസ്സിലാക്കി. The knowledge of the cell is important as it is the basis for better understanding of a wide variety of issues like health, drugs, illness, medical treatment, reproduction, environmental problems, evolution and life in general. ഓക്കെ, അപ്പോൾ സെൽസിനെ കുറിച്ച് പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോകെമിക്കൽ കോമ്പോസിഷൻ ഓഫ് സെൽ. ആസ് ലൈഫ് ഇവോൾവ്ഡ് ഓൺ ദ പ്ലാനറ്റ്,
nature selected only a few elements. Okay. പ്ലാനറ്റിൽ നമ്മുടെ എർത്തിൽ ലൈഫ് ജീവൻ വന്നു തുടങ്ങിയ സമയത്ത് നേച്ചർ സെലക്ടഡ് ഓൺലി എ ഫ്യൂ എലമെൻറ്റ്സ് ആൻഡ് ദ ലൈഫ് ഇവൻച്വലി കെയിം ടു ബി ബേസ്ഡ് എസെൻഷ്യൽ ഓൺ കാർബൺ കോമ്പൗണ്ട്സ്. കാർബൺ കോമ്പൗണ്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് ലിവിങ് ഓർഗാനിസം അല്ലേ സർവൈവ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഔട്ട് ഓഫ് ദ നിയർലി 50 or so elements present in most living organism, 6 elements namely oxygen, carbon, hydrogen, nitrogen, calcium and phosphorus constitute 99% by weight of a living organism. ഇത്രത്തോളം എലമെൻറ്റ്സ് 50-ഓളം എലമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെയാണ് 99% ഒരു ലിവിങ് ഓർഗാനിസത്തിലുള്ളത് എന്ന് മനസ്സിലായി. One of the reasons for the nature's selection of carbon in all life forms could be that carbon forms a wide range of complex organic compounds. എന്തുകൊണ്ടാണ് കാർബൺ എല്ലാത്തിലും ഉള്ളത്? കാരണം കാർബണിന് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. Potassium, sodium, chlorine, magnesium accounts for nearly 0.8% and the other elements are present in very small amounts, 0.2%. അപ്പോൾ ഇങ്ങനെ വളരെ എമൗണ്ട് കുറവായിട്ടുള്ള എലമെൻസിനൊക്കെ നമ്മൾ ട്രേസ് എലമെൻറ്റ്സ് എന്നാണ് പറയുക. ട്രേസ് എലമെൻറ്റ്സ് ഇൻ ദ ലിവിങ് ഓർഗാനിസം, ഇൻ എ ലിവിങ് ഓർഗാനിസം എന്നാണ് പറയുന്നത്. അതൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലായിരിക്കും ഉണ്ടാവുക. ഇനി നോക്കൂ, ഇതൊരു കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് എ സെല്ലാണ്. ഒരു സെല്ലിൽ എത്ര പെർസെൻറ്റേജ് ബൈ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഓക്സിജൻ കൂടുതലുണ്ട്, പിന്നെ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ, നൈട്രജൻ ഉണ്ട്, കാൽഷ്യം, ഫോസ്ഫറസ് ഉണ്ട്. എന്നാൽ സൾഫർ, പൊട്ടാസ്യം, സോഡിയം, ക്ലോറിൻ, മഗ്നീഷ്യം, സിങ്ക്, അയൺ, കോപ്പർ, മാംഗനീസ് ഇതൊക്കെ എന്താ വളരെ ആ വെയിറ്റ്, ഇപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ സെല്ലാണെങ്കിൽ അതിൽ എത്ര പെർസെൻറ്റേജ് എന്നാണ്, അത് വളരെ കുറവാണ്. ഇനി നോക്കൂ, വാട്ടർ കോൺസ്റ്റിറ്റ്യൂട്ട്സ് നിയർലി 60-80% ഓഫ് ദ വെയിറ്റ് ഓഫ് ദ ലിവിങ് ഓർഗാനിസം ആൻഡ് ഈസ് റൈറ്റ്ലി കോൾഡ് ദ സോൾവെന്റ് ഓഫ് ലൈഫ്. സോ സോൾവെന്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ. ഓക്കെ, ആസ് ഇറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ മീഡിയം ഇൻ വിച്ച് ഓൾ സെല്ലുലാർ റിയാക്ഷൻസ് ഒക്കെ. ഓക്കെ, ഈ വെള്ളത്തിലാണ്, വാട്ടറിലാണ് എല്ലാ സെല്ലുലാർ റിയാക്ഷൻസും നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സോൾവെന്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ദ റെസ്റ്റ്, that is dry weight of the cells comprises, ബാക്കി വെള്ളം ഒഴികെയുള്ള ബാക്കി ഭാഗമൊക്കെ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്, ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ പെർസെൻറ്റേജ് നോക്കൂ. ഡ്രൈ വെയിറ്റ് ഓഫ് ദ ബയോമോളിക്കുലാർ സെൽസ്. അപ്പോൾ ബയോമോളിക്കുലാർ സെൽസിൽ ഡ്രൈ വെയിറ്റ്, അതായത് വാട്ടർ ഒഴികെയുള്ള ബാക്കി ഭാഗത്തിൽ എത്രയുണ്ട്? എത്ര പെർസെൻറ്റേജ്? പ്രോട്ടീൻ 71, ലിപ്പിഡ്സ് 12, ന്യൂക്ലിക് ആസിഡ് 7, കാർബോഹൈഡ്രേറ്റ് 5, ഇനോർഗാനിക് മിനറൽസ് 5. ഓക്കെ ആണോ? ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിനെ വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, പൊട്ടാസ്യം ആൻഡ് സോഡിയം ആർ ട്രേസ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദ സെൽ. അങ്ങനെയാണോ തന്നിരിക്കുന്നത്? നോക്കൂ, ട്രേസ് എലമെന്റ്സിൽ തന്നത് ഏതൊക്കെയാണെന്ന്. പൊട്ടാസ്യം, സോഡിയം ട്രേസ് എലമെന്റ്സ്. അപ്പം അത് ശരിയാണ് അല്ലേ? ഇനി പ്രോട്ടീൻസ് ആർ ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് സെൽ. പ്രോട്ടീൻസ് ആർ ദ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ സെൽ അല്ലേ? പിന്നെ പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ഓൾ ഓർഗാനിസംസ് ആർ കൺസ്ട്രക്റ്റഡ് ഓഫ് സെൽ. ശരിയാണ്. സെല്ലുലാർ റിയാക്ഷൻസ് ഇൻ എ സെൽ കനോട്ട് ഒക്കർ ഇൻ അക്വസ് മീഡിയം. അത് തെറ്റാണ്. സെല്ലുലാർ റിയാക്ഷൻ നടക്കുന്നത് കൂടുതലും വാട്ടർ എന്ന മീഡിയത്തിലാണ് അല്ലെ, അക്വസ് മീഡിയത്തിലാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ അത്രയും ക്ലിയർ ആയോ? ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നതാണ് ഡൊമൈൻസ് ഓഫ് ലൈഫ്. ഓക്കെ, ഞാൻ നോക്കട്ടെ ഇത് എത്ര പേജ് ഉണ്ടെന്ന് നോക്കട്ടെ. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലെറ്റ് മി സി. 1.3, ഓക്കെ, 1.5 വരെ ഉണ്ട്, 1.6. നമുക്കിതെല്ലാം ഓരോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം. നിങ്ങളും കൂടെ 1.8 വരെയാണ്. നിങ്ങളും കൂടെ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ PDF ഫോമോ നോക്കണം. ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടെ പഠിച്ചു പോവുക എന്നൊരു രീതിയിലാണ് ഇങ്ങനൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഡൊമൈൻസ് ഓഫ് ലൈഫാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡൊമൈൻസ് ഓഫ് ലൈഫ് ഇതുവരെയും കൂടെ നോക്കാം. 1.3
Okay. Domains of life. The earlier biologists believed that all life on Earth belonged to one of two primary lineages, the eukaryotes, which included animals, plants, fungi, and some single cell organism, the prokaryotes. പണ്ട് മുതലൊക്കെ ബയോളജിസ്റ്റ് ബിലീവ് ചെയ്തത് എന്താണ്? ഭൂമിയിലുള്ള എർത്തിലുള്ള എല്ലാ ലൈഫിനെയും നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് യൂക്കാരിയോട്സ്, ഇനി ഒന്ന് പ്രോക്കാരിയോട്സ്. ഓക്കെ, വിച്ച് ഇൻക്ലൂഡഡ് ബാക്ടീരിയ. പ്രോക്കാരിയോട്സിൽ എന്താ ഉള്ളത്? ബാക്ടീരിയ ഉണ്ട്, പിന്നെ മറ്റ് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് എല്ലാം ഉണ്ട്. യൂക്കാരിയോട്സിലാണെങ്കിൽ അനിമൽസ്, പ്ലാന്റ്സ്, ഫംഗസ്. ഓക്കെ, ഇനി കാൾ വാസ് working with American microbiologist Ralph S. Wolf, determined that prokaryotes actually have two distinctly different groups of organisms and should be divided into two categories. ഇപ്പോൾ കാൾ വോയ്സ് ആൻഡ് റാൽഫ് എസ് വോൾഫ് പറഞ്ഞത് പ്രോകാരിയോട്സിനെ അഗെയിൻ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. യു ബാക്ടീരിയ അതിനെ ട്രൂ ബാക്ടീരിയ എന്നും ആർക്കി ബാക്ടീരിയ അതിനെ പിന്നീട് ആർക്കിയ എന്നും റീനെയിം ചെയ്തു. അപ്പോൾ യു ബാക്ടീരിയയും ആർക്കി ബാക്ടീരിയ എന്നും പ്രോക്യാരിയോട്ടിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം എന്നാണ് പറഞ്ഞത്. എന്താണ് ആർക്കിയ ആർ അക്വാട്ടിക് ഓർ ടെറസ്ട്രിയൽ മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഡിഫർ ബോത്ത് ബയോകെമിക്കലി ആൻഡ് ജനറ്റിക്കലി ഫ്രം ട്രൂ ബാക്ടീരിയ. അതായത് ആർക്കിയ എന്ന അക്വാട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെറസ്ട്രിയൽ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ സാധാരണ ട്രൂ ബാക്ടീരിയക്കാളും എന്താണ് രണ്ട് രീതിയിലും ബയോകെമിക്കലിയും ജനറ്റിക്കലിയും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. മെനി ഓഫ് ദീസ് ഓർഗാനിസം ത്രൈവ് ഇൻ എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സ്. ഇത്തരത്തിലുള്ള എലമെൻറ്റ്സ് എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സിൽ കൂടെയും സർവൈവ് ചെയ്യും, ഇൻക്ലൂഡിങ് ദോസ് that are very hot or that have a high degree of salinity. എങ്ങനെ എക്സ്ട്രീം എൻവയോൺമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്ട്രീം ഹോട്ട് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് സലൈനിറ്റി. അക്വാട്ടിക് ഓർഗാനിസം ആണെന്നുണ്ടെങ്കിൽ എന്താ ഹൈ ഡിഗ്രി ഓഫ് സലൈനിറ്റി, അത്രയും ഉപ്പ് അടങ്ങിയിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ കൂടെയും അതിന് സർവൈവ് ചെയ്യാൻ പറ്റും. വോയ്സ് ഡിസ്കവേർഡ് ദാറ്റ് there were actually 3 primary lineages. ആക്ച്വലി ഇത് 3 രീതിയിലാണ് ഇത് ക്ലാസിഫൈ ചെയ്യേണ്ടത്. He observed that what was previously called prokaryotes had 2 distinct groups of organisms which were not related to one another than they were to eukaryotes. Okay, then according to Carl Voss system of classification, the 3 life consist of 3 domains. കാൾ വോയ്സിൻ്റെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ ലൈഫ് 3 രീതിയിൽ 3 ഡൊമൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആർക്കിയ, ബാക്ടീരിയ, യൂക്കാരിയ. ഓക്കെ, അപ്പോൾ യൂക്കാരിയ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇതും. The archaea and bacteria are prokaryotic single-celled organism whose cells have no nucleus. ന്യൂക്ലിയസ് ഇല്ലാത്ത സെൽസ് ആണ്. സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ് ആർക്കിയയ്ക്കും ബാക്ടീരിയയ്ക്കും ഉള്ളത്. അത് പ്രോകാരിയോട്ടിക് സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. യൂക്കാരിയയുടെ സെൽസ് എന്താ? ദേ പൊസസ് എ ന്യൂക്ലിയസ് ആൻഡ് എ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസും കുറേ മെംബ്രെയിൻ ഉള്ള കുറേ സെൽ ഓർഗാനിസം ഉണ്ട്. ദ ആനിമൽസ്, പ്ലാന്റ്സ്, ഫംഗൈ, പ്രോട്ടസോവ ഇതെല്ലാം യൂക്കാരിയയിലാണ് അടങ്ങിയിരിക്കുന്നത്. ദിസ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വിത്ത് ഓൺലി എ ഫ്യൂ റെപ്രസെൻറ്റേറ്റീവ് എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഡൊമൈൻ ഇസ് ഡെപ്പിക്റ്റഡ്. കണ്ടോ, കുറച്ച് എക്സാമ്പിൾസ്. ഇങ്ങനെ 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ അതാരാണ്? കാൾ വോയസ് ആണ് കൊണ്ടുവന്നത്. ആ 3 രീതിയിലുള്ള ക്ലാസിഫിക്കേഷനും അതിന് പറ്റിയ കുറച്ച് എക്സാമ്പിൾസും ആണ് ഉള്ളത്. നോക്കൂ, കോമൺ ആൻസസ്റ്റർ അതിൽ ബാക്ടീരിയ, ആർക്കിയ ആൻഡ് യൂക്കാരിയ. യൂക്കാരിയ എന്തൊക്കെയുണ്ട്? പ്ലാന്റ്സ്, അനിമൽസ്, ഫംഗസ്. ഇനി ആർക്കയിലോ മെത്ത്ബനോബാക്ടീരിയം, മെത്തനോസാർക്കീന, ഹാലോ ആർക്കിയ. ഓക്കെ, ഇനി ബാക്ടീരിയ ആണെങ്കിലോ ഗ്രാം പോസിറ്റീവ്, പ്രോട്ടിയോ ബാക്ടീരിയ ആൻഡ് ക്ലോറോഫ്ലെക്സി. ഓക്കെ, ഇനി based on the degree of complexity of the cell organization, the cell can be classified as prokaryotes and eukaryotes. അപ്പോൾ നമുക്ക് ഇതിനെ സെല്ലിനെ അപ്പം മെയിനായിട്ട് രണ്ടായിട്ട് പറയാം. എന്താ? പ്രോകാരിയോട്സും സെൽ ഓർഗനൈസേഷൻ്റെ ഇതനുസരിച്ചിട്ട് സെൽസിനെ നമുക്ക് പ്രോകാരിയോട്സ് എന്നും യൂക്കാരിയോട്സ് എന്നും പറയാം. Though the cells may differ in complexities, both prokaryotes and eukaryotes possess
ദ സെയിം ബേസിക് കോമൺ പ്രോപ്പർട്ടീസ്. ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണത്? ഓൾ ദ സെൽസ് സ്റ്റോർ ഇൻഫർമേഷൻ ഇൻ ജീൻസ്. ഏത് സെല്ലായിക്കോട്ടെ അത് ഇൻഫർമേഷൻസ് ജീൻസിൽ സ്റ്റോർ ചെയ്യുന്നു. റൈബോസോം സിന്തസൈസ് പ്രോട്ടീൻ ഇൻ ഓൾ സെൽസ്. പ്രൊക്കാരിയോട്സ് ആയാലും യൂക്കാരിയോട്സ് ആയാലും സെൽസിൽ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന സെൽ ഓർഗനലാണ് റൈബോസോം. ഏത് സെൽ ഓർഗനലാണ് പ്രോട്ടീൻ സിന്തസിസ് നടത്തുന്നത്? റൈബോസോം. പ്രോട്ടീൻസ് കൺട്രോൾ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഇൻ ഓൾ സെൽസ്. പ്രോട്ടീൻസ് കൺട്രോൾ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഇൻ ഓൾ സെൽസ്. ഓക്കെ, എല്ലാ സെൽസിലും പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ സെല്ലിൻ്റെ ഫങ്ഷനെയും സ്ട്രക്ചറെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് പ്രോട്ടീനാണ്. ഇനി ട്രാൻസ്ഫർ ഓഫ് എനർജി, അതായത് എല്ലാ സെൽസിലും എന്താണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ATP എന്ന മോളിക്യൂൾ. ATP ഈസ് ദ മോളിക്യൂൾ യൂസ്ഡ് ബൈ ഓൾ സെൽസ് ടു ട്രാൻസ്ഫർ എനർജി. എനർജി ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്നത് ATP എന്ന മോളിക്യൂളാണ് എല്ലാ സെല്ലിലും. ഇനി പ്ലാസ്മ മെംബ്രെയിൻ ഇസ് കോമൺ ഫീച്ചർ ഇൻ ഓൾ സെൽസ്. എല്ലാ സെൽസിലെയും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് എന്ത്? പ്ലാസ്മ മെംബ്രെയിൻ. അപ്പം ഇത്രയും ക്ലിയർ ആയോ? നമ്മളെടുത്തത് ക്ലിയർ ആയോ? ഇനി അടുത്തത് നമുക്ക് സ്ട്രക്ചർ ഓഫ് പ്രോക്യാരിയോട്ടിക് സെൽസ് ആണ് പഠിക്കാനുണ്ടാവുക. ഓക്കെ, സെൽ വാള്, പ്ലാസ്മ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയോയിഡ്, പ്ലാസ്മിഡ്, റൈബോസോം, ഫ്ലജെല്ല, ഇതെല്ലാം നമ്മുടെ പ്രോക്യാരിയോട്ടിക്കിൻ്റെ സെൽസിൻ്റെ ഫീച്ചേഴ്സാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു 2-3 പേജാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് വായിച്ചത്. അപ്പോൾ അത് വായിച്ച് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.